ഞാൻ വരാം. അത് ആക്ച്വലി ചോദ്യം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അത് ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്ത്, ഇപ്പം നമ്മളിപ്പം ഡെയിലി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാള് ആദ്യത്തെ ഒരു ദിവസം ആൽക്കഹോൾ ഇല്ലാതെ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. കാര്യം അതുവരെയുള്ള ഡെയിലി ഉള്ള കൺസപ്ഷൻ ബോഡിയിൽ ഒരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും വിത്ത് ആൽക്കഹോൾ. ഈ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടൽ ബ്രെയിൻ ആയിട്ടായിരിക്കും പുള്ളിക്കാരൻ ജീവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അൺകൺട്രോൾഡ് പ്രോളിഫറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും നമ്മുടെ പഴയ ഒറിജിനൽ അവസ്ഥയിലായിരിക്കില്ല. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതില്ലാതാവുമ്പോഴത്തേക്ക് ബ്രെയിൻ എപ്പോഴും ആഗ്രഹിക്കും ആൽക്കഹോൾ എങ്ങനെയെങ്കിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ആൽക്കഹോൾ വരാതിരിക്കുന്ന ഒരു സമയത്ത് ബോഡി എങ്ങനെയെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാൻ നോക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ആൽക്കഹോളിക് വിഡ്രോവൽ ടൈം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നല്ല ചോദ്യമാണ് മോളെ ചോദിച്ചത്. മോളുടെ പേരെന്താ? ഇരുന്ന് പറഞ്ഞാൽ മതി. അപ്പം ഈ ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഭയങ്കരമായിട്ട് ദേഹം മൊത്തം ചൊറിയും, നല്ലോണം സ്വെറ്റ് ചെയ്യും, നല്ലോണം വിയർക്കും, ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരും. മോളിരിക്കുന്നത് കേൾക്കാമല്ലോ അല്ലെ? വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഒന്നും നമുക്ക് കഴിക്കാൻ തോന്നില്ല, കഴിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതല്ലാതെ ഹെവി ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ചോറോ ഇപ്പോൾ മലയാളീസ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും, ചിലപ്പോൾ അവർ കഞ്ഞി ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ തരിക്കഞ്ഞി ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഇഷ്ടപ്പെടും ആ സമയത്ത്. അല്ലാതെ പിന്നെ അവർക്ക് ഡയറിയ ഉണ്ടാവാം. എന്ത് കഴിച്ചാലും ഡയറിയ വരാം, പിന്നെ ഡീഹൈഡ്രേഷനിലേക്കൊക്കെ എത്താം. ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം ഹാലുസിനേഷൻ. അത് ശരിക്കും ഹാലുസിനേഷൻ സമയത്ത് നമ്മൾ നല്ലോണം പേടിക്കേണ്ട. ഹാലുസിനേഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, പിന്നെ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഓഡിറ്ററിയും വിഷ്വലുമാണ്. കാര്യം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെർസെപ്ഷൻ ഓഫ് ഹാവിങ് സീൻ, ഹേർഡ്, ടച്ച്, ടേസ്റ്റഡ് or smelled something that wasn't actually എഴുതുകയാണോ? The perception of having seen. ഗൂഗിളിൽ കിട്ടുമല്ലോ ഇതൊക്കെ. having seen, touched, പിന്നെ മണക്കുക, സ്മെൽഡ്, പിന്നെന്താ ഉള്ളത്, ടേസ്റ്റഡ്, രുചിക്കുന്നത്, സംതിങ് wasn't actually not there. അല്ല, wasn't truly there എന്നിരിക്കുക, wasn't truly there. That is hallucination. Okay. ഈ ഹാലുസിനേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഓഡിറ്ററി ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും, നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കും, അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയും, നമ്മൾ സംസാരിക്കും. ആ സമയത്ത് ആൽക്കഹോളിന്റെ ലഹരി സമയത്തല്ല ഞാൻ ഈ പറയുന്നത്, വിഡ്രോവൽ സമയത്താണ്. ഫസ്റ്റ് ഡേ ഹി വിൽ ബി ഫ്രീ, സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഈ കൈൻഡ് ഓഫ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ പ്രധാനമാണ് ഹാലുസിനേഷൻ. ഹാലുസിനേഷനിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സംഭവമാണ് ഈ സംസാരവും കേൾവിയും. നമ്മളോട് പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ആൾ നമ്മളോട് പറയാണ് നിങ്ങൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. അങ്ങനൊരു സിറ്റുവേഷൻ ഹാലുസിനേഷനുണ്ട്. ഒരുപാട് മദ്യപാനികൾ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ അവരൊന്നും ഒരിക്കലും ലഹരിയുടെ പുറത്ത് ആത്മഹത്യ ചെയ്യില്ല, ലഹരി കിട്ടാതിരിക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യില്ല. ഈ ഹാലുസിനേഷന്റെ ഈ ഒരു ഇത് വന്നിട്ട് തന്നെ നിങ്ങൾക്കറിയോ, ഈ പറഞ്ഞ ഹാലുസിനേഷൻ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ വിസ്ഡം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്ന് പറഞ്ഞു. സന്തോഷം ഉളവാക്കുന്ന, KFC ചിക്കനിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ ബിരിയാണിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, സ്ഥലങ്ങളിൽ പോകുന്ന കാര്യം, യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഹാലൂസിനേഷനിൽ അപകടകാരിയായിട്ട് ചെകുത്താനായിട്ട് വരുന്ന ഹോർമോണും ദ സെയിം ഡോപ്പമൈൻ.
ഈ നമ്മൾ രാജസ്ഥാനിലൊക്കെ പോകുമ്പം പുറമേ കാണാവുന്ന ഒരു കാഴ്ചയാണ്, ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഹരിയാന ഏരിയ, അവിടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. ഈ കഴുകന്മാർക്ക് കൂടുതൽ ഇഷ്ടം ശവമായിട്ടുള്ള സംഭവങ്ങളെ അല്ല, മരിച്ചുപോയ പശുവോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി മരിക്കാനിരിക്കുന്ന സമയം, മരിക്കുമെന്ന് ഉറപ്പാവുമോ അനങ്ങാൻ പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അതാണ് കഴുകന്മാർക്ക് കൂടുതൽ ടേസ്റ്റി. ഈ രൂപത്തിലാണ് ആൽക്കഹോളിന്റെ വിഡ്രോവൽ സമയത്ത് ആൽക്കഹോൾ കിട്ടാതിരിക്കുമ്പോൾ സ്ഥിര മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന അനുഭൂതി. ചാവാൻ വരെ പുള്ളി റെഡി ആയിരിക്കും. ഈ ഡോപ്പമൈൻ പോയിട്ട് ഹലൂസിനേഷൻ കൊടുക്കും, മരിക്കാൻ പറയും, ആൾ മരിക്കും. അതിശയം തോന്നുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലോട്ട് പോകാം. ഈ മദ്യപാനികളെ, മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ സംരക്ഷിക്കാം, അവരെ എങ്ങനെ ഉപദേശിക്കാം എന്ന് നമുക്ക് നോക്കാം. അത് ശരിക്കും ഒരു സൈക്കാട്രി പേപ്പറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺ യുവർ തേർഡ് ഇയർ. ഈ മദ്യപാനികളെ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ഒരിക്കലും വഴക്ക് പറയരുത്. ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, അവർക്ക് ഭയങ്കര സങ്കടമുള്ളതായിട്ട് അവർ ഫീൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും അത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട്, വളരെ സ്നേഹത്തെ, വളരെ വാത്സല്യത്തെ വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നടക്കില്ല. ഒട്ടുമിക്ക മദ്യപാനികളുടെ കേസിൽ നമ്മൾ റൂഡായി കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മദ്യപാനത്തിന്റെ നിരക്ക് കൂടുകയുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ട് അവരോട് സംസാരിക്കുക. എന്തു വന്നാലും പോസിറ്റീവായിട്ടായിരിക്കണം നമ്മളുടെ അഡ്വൈസ് അവർക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കുട്ടി പറയുകയാണ്, അച്ഛൻ നാളെ കുടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ നാളെ ഹോംവർക്ക് ചെയ്യില്ല, ഞാൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്യില്ല, അത് അറ്റൻഡ് ചെയ്യില്ല, അസൈൻമെന്റ് എഴുതില്ല എന്നൊക്കെ പറയും. പക്ഷേ അതുപോലെ വൈഫും, നാളെ നിങ്ങൾ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റില്ല കേട്ടോ എന്ന് പറയും. മിക്കവാറുമുള്ള ഭാര്യമാര്. പക്ഷെ ഇപ്പം കുറച്ച് ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം സ്ത്രീകൾ കുടിക്കുന്ന ഒരു ലെവലിലേക്ക് ഇപ്പൊ കാര്യമായിട്ട് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എനിക്കറിയുന്ന തന്നെ എൻ്റെ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അവരോട് പോസിറ്റീവായിട്ട് വേണം എപ്പോഴും അഡ്വൈസ് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, സ്കൂളിൽ പോവില്ല, ഹോംവർക്ക് ചെയ്യില്ല, അതിന് പകരം നാളെ അച്ഛൻ കുടിക്കാതെ വന്നാൽ, ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. കുടിക്കാതെ വന്നാൽ ഞാൻ നല്ലോണം പഠിക്കും, ഞാൻ ട്യൂഷന് പോകും, ഞാൻ അസൈൻമെന്റ്സ് എഴുതും, ഞാൻ നല്ല മിടുക്കിയായിരിക്കും എന്ന് മോള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഗെറ്റിംഗ് എ പോസിറ്റീവ് വൈബ്. അങ്ങനെ വേണം മദ്യപാനികൾ ട്രീറ്റ് ചെയ്യാൻ, അല്ലാതെ കുറ്റപ്പെടുത്തി അവരെ. പിന്നെ ഈ മദ്യപാനികളെ അഡ്വൈസ് ചെയ്യുന്നതിന് എല്ലാവർക്കും ബാധകമല്ല, പക്ഷെ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു സ്ത്രീയാണ് കുടിക്കുന്നതെങ്കിൽ ആ സ്ത്രീയെ ഉപദേശിക്കാൻ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അച്ഛനായിരിക്കും. ഞാൻ എല്ലാ കേസിലും പറയുന്നതല്ല, ബട്ട് മോസ്റ്റ് കോമൺലി ഇറ്റ്സ് ഹാപ്പനിങ്. അച്ഛനായിരിക്കും. പിന്നെ അച്ഛൻ കഴിഞ്ഞാൽ മകനായിരിക്കും ഒരു സ്ത്രീയെ അഡ്വൈസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളു ഭർത്താവ്, ഇപ്പോഴത്തെ രീതി ഞാൻ പറഞ്ഞത്. പിന്നെ സഹോദരൻ, പിന്നെ ഫ്രണ്ട്സ്. പിന്നെ പുരുഷനാണെങ്കിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും മകൾക്കായിരിക്കും. ഒരു മകളുണ്ടെങ്കിൽ മകൾ അഡ്വൈസ് ചെയ്തിട്ട് അച്ഛാ കുടിക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. അത് കഴിഞ്ഞേ ഉള്ളൂ അമ്മ, പിന്നെ ഭാര്യ, പിന്നെ സഹോദരി, പിന്നെ ഫ്രണ്ട്സ്. പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ.
പിന്നെ ഈ കുടുംബത്തിൽ ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ കഴിയുന്നതും ആരെടുത്തും അത് പറയാതിരിക്കാൻ നോക്കുക. അപ്പൊ നല്ല വിഷമം വരുമ്പോൾ ആരെടുത്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നും, ഷെയർ ചെയ്യും. അവൻ കുടിച്ചിട്ട് ഇന്നത് ചെയ്തു എന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. പക്ഷെ അത് വേണ്ട. നമ്മളിപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞൊരു കൂട്ടറാണെങ്കിൽ തന്നെ കഴിയുന്നതും വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ കഴിയുന്നതും പുറത്ത് പറയാതിരിക്കാൻ നോക്കുക. എസ്പെഷ്യലി നമ്മുടെ നാട്ടില് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സാവിത്രി ചേച്ചി. സാവിത്രി ചേച്ചിയുടെ മകൻ രാജീവ്, പുള്ളിക്കാരൻ മാന്യമായിട്ട് ജോലി ചെയ്ത് എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ച് ഭാര്യയും മക്കളെയും എല്ലാം നല്ലോണം നോക്കുന്നു, പാരൻസിനെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജീവ്. ഈ രാജീവ് 1-2 സ്ഥലങ്ങളിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഓഫീസിൽ ഗെറ്റ് ടുഗദറിനോ എല്ലാം പോയിട്ട് എന്തെങ്കിലും മദ്യം കൺസ്യൂം ചെയ്തു എന്നിരിക്കട്ടെ. അതെങ്ങനെയാ അമ്മ അറിയുന്നു, ഈ സാവിത്രി ചേച്ചി അറിയുന്നു. ചേച്ചി കുറച്ച് ദിവസമൊക്കെ ഇത് പിടിച്ചു നിൽക്കും. പിന്നെ ഈ ചേച്ചി എന്ത് ചെയ്യും, അടുത്തുള്ള അയൽപക്കത്തുള്ള ഒരു പേരിട്, ഒരു സരോജിനി ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ മോൻ ഇതുപോലെ കല്യാണത്തിന് പോയിട്ട് കുടിച്ചു. അപ്പൊ സരോജിനി ചേച്ചി ഭയങ്കര അതിശയത ചെയ്യും, കുടിച്ചോ? അയ്യോ, നമ്മുടെ രാജീവോ? സരോജിനി ചേച്ചി അടുത്ത ആളെടുത്ത് പറയും, നമ്മുടെ സാവിത്രിയുടെ മോൻ രാജീവ് കഴിക്കാറുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മാറി. അവര് പിന്നെ അടുത്ത ആളെടുത്ത് പറയുമ്പോഴത്തേക്ക്, ആണോ, അവന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ ഇതുപോലെ കഴിക്കുമെന്ന്. ശരിയാണ്. അങ്ങനെ സാവിത്രി ചേച്ചി ആരായിരുന്നു ഞാൻ പറഞ്ഞു, ഓക്കെ വാട്ടോ, എ ബിയോട് പറയുന്നതും ബി സിയോട് പറയുന്നതും സി ഡിയോട് പറയുന്നതും ഡി ഇയോട് പറയുന്നതും ഈ എഫിനോട് പറയുന്നതും എരിവും പുളിയും എല്ലാം കൂട്ടി പോവുകയുള്ളൂ. അവസാനം ഈ എഫ് വന്നിട്ട് എന്ത് ചെയ്യും, രാജീവിനോട് ചോദിക്കും, എടാ നിനക്ക് ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ശരിയല്ലേ ഞങ്ങൾ പറയുന്നത്? അപ്പൊ ഈ രാജീവിന് എന്ത് തോന്നുന്നു, അവന്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും, കോൺഫിഡൻസ് നഷ്ടപ്പെടും, റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. അയ്യോ, ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്തോ എന്ന് വിചാരിച്ച് അവനിങ്ങനെ വീഴ്ച നിൽക്കും. അവന്റെ ആ ഒരു കോൺഫിഡൻസും അവൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫൈലും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫീലിങ്സ് അവന് വരും. വീണ്ടും അവനെ ആ ഒരു ഇൻസിഡന്റ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇൻസ്പയർഡ് ആവത്തേ ഉള്ളൂ വീണ്ടും മദ്യപിക്കാൻ, ഉറപ്പാണ്. സൈക്കോളജിക്കൽ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ഹു ടേസ്റ്റഡ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഡ്രിങ്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആർക്കത് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇപ്പോഴുള്ള ഒട്ടുമിക്ക കുടുംബത്തിലും ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ വൈഫിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ കഴിക്കുന്ന ആളായിരിക്കും. പക്ഷെ അവൻ അന്ന് മനഃപൂർവ്വം സിൻസിയറായിട്ട് വിചാരിക്കുക, ഇന്നെന്തായാലും കഴിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, മക്കളും വീട്ടിലുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവാം, പാർട്ടി കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ടിയിൽ നിന്ന് എനിക്ക് ബൊഫേ കിട്ടുമല്ലോ, അത് ഞാൻ കഴിക്കാം, ആൽക്കഹോൾ എന്തായാലും വേണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് വിളി വരും വൈഫിന്റെ, നിങ്ങൾ പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, ഇന്നും വെള്ളം അടിക്കരുത് എന്ന് പറയും. ഇപ്പം പാട്ടിലെത്തുമ്പോൾ പിന്നെയും കോള് വരും, നിങ്ങൾ വെള്ളം അടിക്കുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ പറയും, ഇല്ല, ഞാൻ മക്കൾക്ക് നിനക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം. നിങ്ങളുടെ സ്വരം കയറിയിട്ട് നിങ്ങൾ വെള്ളം അടിച്ചെന്ന് തോന്നല്ലോ. പറയില്ല, ഞാൻ അടിച്ചിട്ടില്ല, എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ശരിക്കും മനഃപൂർവ്വം ഇന്ന് അവോയ്ഡ് ചെയ്തതാണ്, കഴിക്കുന്നില്ല. ഇല്ല, നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഫോൺ വെക്കും. അപ്പം പിന്നെയും അത്യാവശ്യം പാർട്ടിയായിട്ടൊക്കെ
എൻജോയ് ചെയ്ത് ആൾക്കാരോട്ടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നിന്ന് പിന്നെയും കോള് വരും. എത്ര എണ്ണം അടിച്ചു എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തുള്ളി പോലും ഇവൻ കഴിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്. തേർഡ് ടൈം കോള് വരും, ഭയങ്കര റഫായിരിക്കും സംസാരം വൈഫിന്റെ, അല്ലെങ്കിൽ വീട്ടിലാരോ ആയിക്കോട്ടെ, മോളോ അല്ലെങ്കിൽ അമ്മയോ. കൂടുതലും നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് ശരിക്കും നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് എപ്പോഴും വരിക. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും നമ്മളെപ്പോഴും അവരുടെ വാല്യൂ, അവർക്ക് കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമായിരിക്കും. അങ്ങനെ ഫോർത്ത് ടൈം കോള് വന്നപ്പം ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഫോഴ്സ് ടു ഡ്രിങ്ക് ടുഡേ എന്നുള്ളൊരു അവസ്ഥയിൽ വരും. അവൻ അന്ന് കഴിച്ചിട്ടേ വീട്ടിൽ പോവുള്ളൂ. ഇത്രയും കോൾസും ഇങ്ങനെയുള്ളൊരു റെസ്പോൺസും ഒരു ഭാര്യ എന്ന് ലഭിച്ച ഒരു ഭർത്താവിന് തീർച്ചയായിട്ടും സ്വബോധാവസ്ഥയിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. ഉറപ്പാണത്. സൈക്കോളജിക്കൽ ഫാക്ട് ഓഫ് എ ഡ്രങ്ക് നോട്ട് ഡ്രങ്ക്, വല്ലപ്പോഴും കഴിക്കുന്ന, കാഷ്വലി അല്ലെങ്കിൽ ഒക്കേഷണലി കഴിക്കുന്ന ഒരാൾക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. സ്ഥിരം മദ്യപിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ വരില്ല. എല്ലാവരും പറയുമല്ലോ കുടിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറയുമല്ലോ, കുടിപ്പിച്ച് കുടുംബം നശിപ്പിച്ചു അവൻ എന്ന് പറയും അല്ലേ, കേട്ടിട്ടില്ലേ? പക്ഷെ അതിൽ കുറച്ച് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മദ്യപാനി അവൻ ചിലപ്പോൾ സിൻസിയർ ആയിരിക്കും, മക്കളടുത്തും വൈഫിനടുത്തും അല്ലെങ്കിൽ അമ്മയടുത്തും അച്ഛനടുത്തൊക്കെ ഭയങ്കര സിൻസിയർ ആയിരിക്കും. പക്ഷെ ഈ അഡിക്ഷൻ കാരണം അവൻ അതിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരു സമയത്ത് ഇവൻ എന്ത് സാധനം കാണുമ്പോഴും, ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോയി, ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി, പക്ഷെ അവന്റെ മോൾക്ക് അല്ലെങ്കിൽ മോനുള്ള ഡ്രസ്സിന്റെ വില അല്ലെങ്കിൽ ആ ഡ്രസ്സ് കമ്പയർ ചെയ്യുന്നത് ഒരു കുപ്പിയുടെ വിലയായിട്ടായിരിക്കും. അപ്പൊ അവൻ കഴിക്കുന്ന വിസ്കിക്ക് ഇപ്പൊ 1800-2000 രൂപ ചിലപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഓണമല്ലേ, മൂക്ക് ഡ്രസ്സ് എടുക്കുകയല്ലേ, അത് 2000 കൂടിയിരിക്കണം എന്നൊരു ഇത് വരും. അത് ശരിക്കും അവർ സിൻസിയറായിട്ട് തിങ്ക് ചെയ്യുന്നൊരു കാര്യമാണ്, ആലോചിക്കുന്ന കാര്യമാണ്. അവർക്ക് കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ അവർ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ആമസോണിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, നമ്മൾ കുടിക്കുമ്പോൾ ഇത്രയും കളയുന്നല്ലോ, പിന്നെന്താ ഈ സാധനം വാങ്ങിച്ചാൽ ആ സാധനം വാങ്ങിച്ചാൽ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും മദ്യപാനത്തിൽ ഉറപ്പാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ അവൻ മേക്കപ്പ് ചെയ്ത് പോവും. വസ്ത്രം വാങ്ങിച്ചും ഭക്ഷണം വാങ്ങിച്ചും മട്ടനും ബീഫും കോഴിയും എല്ലാം ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക വീട്ടിൽ. കാര്യം അവൻ എങ്ങനെയെങ്കിലും അവന്റെ കുറ്റബോധം കൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഫാമിലി ഹാപ്പി ആക്കാൻ നോക്കുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുപ്പിയായിട്ട് കമ്പയർ ചെയ്തിട്ട് അവൻ സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ആ ഒരു അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ പിന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നിത് ശമ്പളം കിട്ടുമ്പോൾ തികയാതെ വരും. ബാറിലും അവിടെ ഇവിടെയൊക്കെ ഇത് വരും, കടം വരും. അവർ നോട്ട് ചെയ്ത് തുടങ്ങും. പറ്റെന്ന് പറയും, കൊളോക്കിയൽ മലയാളം ലാംഗ്വേജിൽ പറ്റെഴുതുക എന്ന് പറയും. അങ്ങനെ എഴുതി വെക്കപ്പെടും. അത് പിന്നെ അവസാനം അവൻ്റെ ശമ്പളം തികയാതെ വരും, അവൻ കടത്തിലേക്ക് പോകും. പല ആൾക്കാരുടെ നിന്നും കടം വാങ്ങിക്കും, പലരിടത്തും കള്ളം പറയും, എനിക്ക് വയ്യ, അതല്ലെങ്കിൽ എനിക്ക് അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറയും. അങ്ങനെ അവര് സമൂഹത്തിൽ നിന്നും മാക്സിമം അവരുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും മാക്സിമം പൈസ വസൂലാക്കി മദ്യപിക്കും. ആ സമയത്ത് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇത് വാങ്ങിക്കണമെന്നോ ആ സമയത്ത് അവർ ആഗ്രഹിക്കില്ല. ആ സ്റ്റേജിൽ അവർ എത്തുമ്പോഴത്തേക്ക് പിന്നെ ആ സ്റ്റേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ പലതും അവർ വിൽക്കാൻ തുടങ്ങും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടി വി ആയിക്കോട്ടെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവർ വിൽക്കാൻ തുടങ്ങും, വിറ്റിട്ട് വെള്ളമടിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞൊരു ലെവലുണ്ട്. എത്ര വലിയ പ്രൊഫൈൽ കീപ്പ് ചെയ്തിരുന്ന ഒരാളാണെങ്കിലും, എത്ര നല്ല സമൂഹത്തിൽ പൊങ്ങി നിന്ന ഒരാളാണെങ്കിലും മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് മോഷണം തുടങ്ങും, മോഷ്ടിക്കാൻ തുടങ്ങും. അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ഇവന്റെ ബിഹേവിയൻസ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. മോഷ്ടിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞ് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും
ഒരു സോഴ്സും ഇല്ലാതെ മദ്യം കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകന്മാർ വരും, അവൻ സൂസൈഡ് ചെയ്യും. എന്ത് തോന്നുന്നു? കമന്റ്സ്? പിന്നെ വേറൊരു കാര്യം പറയാം. ഈ മദ്യപാനം കാരണമല്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിവോഴ്സ് ആയ ഒരു ആളാണെന്ന് വെച്ചോ, അയാളൊരു പുനർവിവാഹത്തിന് ശ്രമിച്ചാൽ, അയാൾ മദ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ പേരൻസ് പറയും ഇനി ഒരു കൊച്ചിന്റെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ടാന്ന്. പക്ഷെ അയാൾ വിചാരിക്കും ഒരു തുണ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാവും. പക്ഷെ അതൊരു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല പോസിറ്റീവ് വൈബാണ്. മദ്യപാനികളിൽ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു കോൺഫിഡൻസും, ഒരാളെ പോറ്റണമല്ലോ എന്നൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഡിവോഴ്സുകളെ പറ്റിയാണ് പറയുന്നത്, അതല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ മരിച്ച ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവർക്കൊരു തുണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തിരിച്ചു വന്നേക്കാം ലൈഫിലേക്ക്. പക്ഷെ ഇവരുടെ കോൺസെപ്റ്റും ഈ പറഞ്ഞ പേരൻസിന്റെ കോൺസെപ്റ്റും രണ്ടും ശരിയാണ്. ഇതിൽ ആരുടെ കൂടെ നിൽക്കും? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരവാദിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാനം. പിന്നെ വേറെന്താ, ഞാൻ ഫോണിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോൺ ബാഗിലാണ്. പിന്നെ അറിയാമല്ലോ, പ്രഗ്നന്റ് ലേഡീസ് മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന FIS, ഫ്യൂച്ചർ ആൽക്കഹോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് കുട്ടികൾ മന്ദബുദ്ധിയായി പോവുക, ബുദ്ധിയില്ലായ്മ ആയിട്ട് ജനിക്കുക. പക്ഷെ ഇത് ഈ ഓട്ടിസത്തിൽ ഒരു 70% ഓട്ടിസവും കാണുന്നത് ഇപ്പം ഡ്യൂറിങ് പ്രഗ്നൻസി അവർ മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ്. അതൊന്ന്. പിന്നെ സെക്ഷൽ റിലേഷനെ നല്ലോണം ബാധിക്കും മദ്യപാനം. ഈ മദ്യപിച്ചുള്ള ലഹരിയിൽ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ്ഡ് സെക്ഷൽ, ഒരു വൾഗർ സെക്ഷൽ റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് ഒന്നുകിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും ശരിക്കും ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ജനറേഷൻ, നിങ്ങളുടെ ഈ ഒരു ഏരിയയിലുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനെ ഞാൻ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മോസ്റ്റ് പേരൻസ് വുഡ് ലൈക്ക് ദെയർ ചിൽഡ്രൻ ടു റെസ്പെക്ട് their privacy in their sexual matters. അത് ശരിക്കും നിങ്ങൾക്കും ഇപ്പോഴുള്ള കുട്ടികൾക്കെല്ലാം നല്ലോണം അറിയാം. പക്ഷെ എന്നാലും ഈ കൂട്ടത്തിൽ എത്ര പേര് രാത്രി ഉറങ്ങാനാവുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് പോയി കിടക്കുമെന്നും എനിക്കറിയാം. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇപ്പോഴത്തുള്ള കുട്ടികളുടെ ബോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അഹങ്കാരം പറയുന്നതല്ല, ജാട പറയുന്നതല്ല. ഞാൻ ഏതാണ്ട് 400ഓളം മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലും പുറത്തുമായിട്ട് പോയി ഈ അനാറ്റമി ഫിസിയോളജി ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് വിൽ ബി എ മോട്ടിവേഷൻ ഫോർ യു. ഡിസിഷൻ ഹാളിന്റെ മുമ്പിൽ 2 പേര്, ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ അടിയിടുകയാണ്. മുടിഞ്ഞ അടി, ഒരു രക്ഷയില്ല. ഒരാളെ അടുത്ത ആളുടെ മുടിക്ക് പിടിക്കുക, ഈ പെൺകുട്ടി അവന്റെ മുടിക്ക് പിടിക്കുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡെമോൺസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ സ്പീക്കറും കാര്യങ്ങളും എല്ലാം മൈക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അവർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹാളിൽ കയറി, എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇടന്ന് അടിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ പോയി പിടിച്ചു മാറ്റി രണ്ടുപേരെയും. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷം തോന്നി. കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ മോനും അടി ഉണ്ടാക്കിയാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് അതുപോലെ അത്ര ഫ്രീ ആയിട്ടാണ് അവരുടെ ഇടപെടൽ. സോ ഐ റിയലി റെസ്പെക്ട് യു. ഇപ്പോഴത്തെ ആ ഒരു കാര്യം, പണ്ടൊക്കെ അങ്കിളൊക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ പ്രായത്തിൽ ഇങ്ങനെ കോങ്കണ്ണ് വെച്ചിട്ടാണ് പെൺകുട്ടികളെ നോക്കുന്നത്. അത്രയ്ക്കും പേടിയാ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ. ചോദിക്കാൻ പറ്റുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതുപോലെ ഉള്ളൊരു ലൈഫ് ആയിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഹാളിൽ തന്നെ വേറെ കാര്യം പറയാം. ഞാൻ ഈ ഹാളിൽ തന്നെ കാണുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 60% ഗേൾസ് ആണ് അല്ലേ? നിങ്ങളുടെ ബാച്ചിൽ എത്ര ഗേൾസും ബോയ്സും ഉണ്ട്?
ഓക്കെ, അപ്പം ഓക്കെ, ഓൾമോസ്റ്റ് 65% ഔട്ട് ഓഫ് 250. യെസ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൻ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും വുമൻ ലീഡ് ചെയ്യണം എന്നാണ്. എൻ്റെ ഫൈനസ്റ്റ് എക്സാമ്പിൾ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ